ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് PSC ഗവേണൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗവേണൻസിൻ്റെ പ്രധാനമായിട്ടുള്ള ബേസിക് ഒബ്ജക്റ്റീവ് പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ. എന്താണ് ഗവേണൻസ് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ചലഞ്ചസ് ടു ഗവേണൻസ് ആണ്. എന്താണ് ഗവേണൻസ് എന്നൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ഈ ഒരു ഗവേണൻസ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് നേരിടേണ്ടി വരുന്നത്, ഗവൺമെൻറ്റാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഗവൺമെൻറ് അത്തരത്തിൽ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾ പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില റിസർച്ച് പേപ്പറിനാണ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. സോ ഇതിലെന്താണ് ചില ഡാറ്റാസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, കേരള സംസ്ഥാനത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ, ഇതൊക്കെ സോൾവ് ആയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ബട്ട് അവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ പ്രശ്നങ്ങളില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് പ്രദേശങ്ങളിൽ ഈ ചലഞ്ചസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്താണ് ഇൻ്റർനെറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുവിധം ഒരു 99% ആളുകൾക്കും ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ അറിയാമല്ലേ എന്ന് കരുതിയിട്ട് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ എല്ലാ ഭാഗങ്ങളിലും എന്താണ് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭരണം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാവേണ്ട കാര്യമാണ്. ഗവേണൻസിലേക്ക് പോകുന്ന സമയത്ത് അതിലും ആരെയും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. സോ അങ്ങനെ വരുന്ന ചില പ്രശ്നങ്ങൾ, ഓക്കെ, ഈ പ്രശ്നങ്ങൾ ഞാൻ പറയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അത് നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ പല ഭാഗങ്ങളിലായിട്ടും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ടും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുക ഇത് തന്നെയാണ്, താഴെ പറഞ്ഞ എന്താണ് ഗവേണൻസിൻ്റെ ചലഞ്ചസ്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവേണൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ പറയുന്ന ഗവേണൻസ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതുപോലെ പ്രദേശങ്ങളിലും ലഭ്യമാണെങ്കിലും, സേവനം ലഭ്യമാണെങ്കിലും എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് പ്രധാനമായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് പ്രധാനമായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ചലഞ്ചസിന്. അതിലൊന്നാമത്തെയാണ് എൻവിയോൺമെൻ്റൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ്. ഇത്തരത്തിൽ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തൊട്ടുക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന എൻവിയോൺമെൻ്റൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ് നോക്കാനുണ്ട്. പിന്നെ എക്കണോമിക്കൽ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ്. പിന്നെ ടെക്നിക്കൽ പരമായിട്ട് വരുന്ന ചലഞ്ചസ്. ഇതിൽ 3 ചില കാര്യങ്ങൾ റിപ്പീറ്റിംഗ് പോലെയൊക്കെ തോന്നും, ബട്ട് ആ ഒരു ടോപ്പിക്കിൻ്റെ ആയിട്ടുള്ള നമുക്ക് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ 3 വെല്ലുവിളികൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാണ്ട്, ഒന്നിൻ്റെ ആയിട്ടുള്ള മിനിമം ഒരു 5-10 കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എടുത്തെടുത്ത് പഠിക്കാം. ആദ്യത്തെയാണ് എൻവിയോൺമെൻ്റൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ്. ആ ഒരു എൻവിയോൺമെൻ്റൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ 3ൻ്റെ അണ്ടറിൽ നമുക്ക് എന്താണ് ഏതാണ്ട് ഒരു 5 to 10 പ്രശ്നങ്ങൾ പഠിക്കാനുണ്ട്. അതിലാദ്യത്തെയാണ് ഡിഫറെൻ്റ് ലാംഗ്വേജസ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മളിപ്പോൾ അടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, അതുപോലെ നമ്മുടെ കേരളത്തിൽ മലയാളമാണ് നമ്മുടെ ഭാഷ, മാതൃഭാഷ. അതുപോലെ തമിഴ്നാട്ടിൽ തമിഴാണ് മാതൃഭാഷ അവരുടെ, കർണാടകയിൽ കന്നഡയാണ് അവരുടെ മാതൃഭാഷ. ഈ 3 സംസ്ഥാനങ്ങൾ എടുത്താൽ തന്നെ 3 പ്രദേശത്ത് നിന്നാണ് 3 ഭാഷകളാണല്ലേ. സോ ഇന്ത്യ ഒട്ടുക്ക് എന്താണ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. ആ ഒരു പദ്ധതി കൊണ്ടുവരുമ്പം സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഭാഷകൾ നോക്കിയാൽ ഒരുപാട് ഭാഷകളുണ്ട്. തമിഴ്, കന്നഡ, മറാത്തി, ഹിന്ദി, തുളു, സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാഷകളും വരുന്നുണ്ട്, മലയാളം അടക്കം. സോ ഈ ഒരു എല്ലാ ഭാഷകളിലും കൊണ്ടുപോയിട്ട് ചെയ്യുക ഇന്ന് ലഭ്യമാണ്. ഇന്ന് അതിന് വേണ്ടിയിട്ട് AI ടൂൾസൊക്കെ കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇതെല്ലാവിടെയും ലഭ്യമാകുന്ന കാര്യമല്ല. എല്ലാ ഭാഗങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി അറിയുന്ന ആളുകൾ ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല. നമുക്കിപ്പം നമ്മുടെ മൊബൈലൊക്കെ തന്നെ AI ടെക്നോളജി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഷയിലുള്ള കാര്യം നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഇതെല്ലാവർക്കും അറിയണം നിർബന്ധമില്ല. നമ്മുടെ ഗവൺമെൻറ് ഒരു പദ്ധതി വരുന്ന സമയത്ത് അതെല്ലാവരെയും എന്താണ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ആവണം. അതുകൊണ്ടാണ് ഈ ഒരു ചലഞ്ചസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നത്. ആദ്യത്തേത് ഡിഫറെൻ്റ് ലാംഗ്വേജ് ആണ് അല്ലേ. സോ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്
ആ ഒരു സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഷകളിലേക്ക് ഇത് തർജ്ജിമ ചെയ്യുക എന്നത് ഗവൺമെൻറ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ബൈ ഡിഫോൾട്ടായിട്ട് അവിടെ ഇംഗ്ലീഷ് വയ്ക്കും അല്ലേ, ബൈ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് വയ്ക്കും. ഈ പറഞ്ഞ ഇംഗ്ലീഷും എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണമെന്ന് നിർബന്ധമുണ്ടോ? അവിടെ ലിറ്ററസിയുടെ പ്രശ്നം വരും അല്ലേ. ലിറ്ററസി നമുക്ക് മറ്റൊരു ചലഞ്ചായിട്ട് പറയാനുണ്ട്. സോ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഇന്ത്യ ഈസ് എ കൺട്രി വെർ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് റിലീജിയൻ ലിവ്സ്. ഇത്തരത്തിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് റിലീജിയൻ എല്ലാം വരുന്നുണ്ട്. അതുപോലെ പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ആളുകൾ മലയാളം സംസാരിക്കുന്നു, കർണാടക കന്നഡ സംസാരിക്കുന്നു, അതുപോലെ തന്നെ തമിഴ്നാട് തമിഴ് സംസാരിക്കുന്നു. അത്തരത്തിൽ ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് ഭാഷകൾ സംസാരിക്കുകയാണ്. ദ ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ, ഇത്തരത്തിൽ വരുന്ന ആളുകളുടെ എന്താണ് ആ ഒരു ഡൈവേഴ്സിറ്റി ഇൻ കോൺടെക്സ്റ്റ് ഓഫ് ലാംഗ്വേജ് ബേസ്ഡ് വരുന്ന ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇറ്റ്സ് എ ഹ്യൂജ് ചലഞ്ച് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇ ഗവേൺസ് പ്രൊജക്ട് ആസ് ഇ ഗവേൺസ് application are written in English language. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം പല വെബ്സൈറ്റും കയറുന്ന സമയത്ത് തന്നെയാണ് ബൈ ഡിഫോൾട്ട് അവിടെ എന്താണ്ടാവും, ഹിന്ദി ഉണ്ടാവും ഒന്നുകിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടാവും അല്ലേ. നമുക്കത് ചൂസ് ചെയ്യാം. ഭാഷ മാറ്റാൻ നമുക്കിപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. AI വെച്ചിട്ട് മൊത്തം സ്ക്രീനിൽ കാണുന്ന തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ഈ ചലഞ്ച് കണ്ടിട്ട് ഇതിലെ പല ചലഞ്ച് നമുക്കിപ്പോൾ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ബട്ട് ഇ ഗവേൺസ് എന്ന് പറയുന്ന കാര്യം മൊത്തത്തിൽ എല്ലാവർക്കും accessible ആകുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്. സോ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. അതെല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണമെന്ന് നിർബന്ധമില്ല. ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് മെ നോട്ട് ബി അണ്ടർസ്റ്റാൻഡബിൾ ബൈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇന്ത്യയിൽ ആ ഒരു സാക്ഷരതയും കാര്യങ്ങളൊക്കെ 70%, 75% ആണ് 2011 സാക്ഷരതയും കാര്യങ്ങളും വരുന്നത് അല്ലേ. അതിനർത്ഥം എന്താണ്, ഏതാണ്ട് 25-30% ആളുകൾക്ക് ഇപ്പോഴും എന്താണ് സാക്ഷരതയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിൽ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ എന്താണ് ഈ ഒരു കാര്യങ്ങൾ വരുമ്പം അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണമെന്ന് നിർബന്ധമില്ല. Therefore it becomes a challenge for the government to write e-governance application which are to be implemented for the whole nation in more than one language so that these may be acceptable to the users of a particular ലാംഗ്വേജ്. സോ അതുകൊണ്ട് അവിടെ എന്താണ് ഈ പറയുന്ന ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവിടെ 28 ഭാഷകൾ മാത്രമാണോ? അവിടെ തന്നെ പല ഭാഷകൾ, പല സംസ്ഥാനങ്ങൾ തന്നെ 2-3 ഭാഷകൾ എന്ന രീതിയിലൊക്കെ വരുന്നുണ്ടല്ലേ. സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണേൽ വിചാരിക്കാം, അങ്ങനെയാണ് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിലെല്ലാം മലയാളം കൊണ്ടുവന്നപ്പോൾ എന്ന് വിചാരിക്കും. കേരളത്തിലെ മലയാളികൾ മാത്രമാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്? മറ്റ് ആളുകളും ഉണ്ടല്ലേ. ഇപ്പം കർണാടക, ബാംഗ്ലൂരിൽ ഏതൊക്കെ ഭാഷകൾ ആളുകൾ ജീവിക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഗവൺമെൻറ് പദ്ധതി വരുമ്പം ഇംഗ്ലീഷിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് അതൊരു ചലഞ്ചാണ്. ഇത്തരത്തിൽ അവർ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ചലഞ്ചാണ്. പിന്നെ റീജിയണൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും മറ്റൊരു ചലഞ്ചാണ്. രണ്ടാമത്തത് ലോ ലിറ്ററസി. ഈ ലിറ്ററസി നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലോ അല്ലേ. ലിറ്ററസി ഉണ്ട്, ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. രണ്ടും നമുക്ക് നോക്കാണ്ട് രണ്ടും ചലഞ്ചാണ്. ലോ ലിറ്ററസി എന്ന് പറയുമ്പം ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഭാഷയിലെങ്കിലും എഴുതാനോ വായിക്കാനോ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു വ്യക്തി ലിറ്ററേറ്റ് ആണ് അല്ലെങ്കിൽ ലിറ്ററസി ഉണ്ടെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. ലിറ്ററസിയുടെ മലയാളം എന്താണ്? സാക്ഷരത എന്ന രീതിയിലാണ് മലയാളം വരുന്നത്. ലിറ്ററസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എനി ലാംഗ്വേജ്. അറ്റ്ലീസ്റ്റ് ഒരു ഭാഷയിലെങ്കിലും എഴുതാനോ വായിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ്? ലിറ്ററേറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ലിറ്ററസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഇൻ എനി ലാംഗ്വേജ്. അത് ഏത് ഭാഷയായിക്കോട്ടെ, ഒരു ഭാഷയിലെങ്കിലും ഇത്തരത്തിൽ എഴുതാനോ വായിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ ലിറ്ററസി ഉണ്ടെന്ന് പറയാം. എ പേഴ്സൺ who can merely read but cannot write cannot be considered as a literate. സപ്പോസ് എന്താണ്, ഒരു വ്യക്തിക്ക് എങ്ങനെയെങ്കിലും തട്ടിമുട്ടും വായിക്കാൻ വേണ്ടി പറ്റും, ബട്ട് അദ്ദേഹത്തിന് എന്താണ് എഴുതാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ലിറ്ററേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. എഴുതാനും പറ്റണം, അതുപോലെ വായിക്കാനും പറ്റണം അല്ലേ. അവിടെ ആ ഒരു ഭാഷയിൽ നമ്മൾ പലരും പറയുന്ന കേൾക്കാറുണ്ട്, എനിക്ക് ഈ ഭാഷയിൽ എഴുതാൻ അറിയാം, എനിക്ക് വായിക്കാൻ അറിയില്ല. അതിപ്പം ഓൾറെഡി ഇംഗ്ലീഷൊക്കെ അറിയുന്ന വ്യക്തികളായിരിക്കും മലയാളത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. അത് ഇല്ലിറ്ററേറ്റ് എന്നല്ല. ആ വ്യക്തിക്ക് എന്താണ് സ്വന്തം ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതാനോ വായിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഭാഷയിലെങ്കിലും എന്താണ് എഴുതാനോ വായിക്കാനോ സാധിച്ചാൽ മതി. ഇനി ഈ പറഞ്ഞതുപോലെ വായിക്കാൻ പറ്റുന്നുണ്ട് ബട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ അതും ഇല്ലിറ്ററേറ്റ് തന്നെയാണ്, ഇല്ലിറ്ററസി തന്നെയാണ്. എനി ഫോർമൽ എഡ്യൂക്കേഷൻ or a minimum education standard is not necessary to be considered literate. അതായത് ഈ ഒരു വ്യക്തിയെ ലിറ്ററേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ലിറ്ററേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തി ഇന്ന ക്ലാസ് വരെ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടണം, അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. ഇനി സ്കൂളിൽ പോലും പോയിട്ടില്ലെങ്കിൽ എന്താണ്
നമുക്ക് ലിറ്ററേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഭാഷയിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എന്തിലോ ആയിക്കോട്ടെ അതിലെങ്കിലും ഒരു ഭാഷയിലെങ്കിലും എഴുതാനോ വായിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യങ്ങളൊന്നും വേണ്ട, ലിറ്ററേറ്റ് ആണ്. ഇനി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിൽ ആ വ്യക്തി ഇല്ലിറ്ററേറ്റ് ആണ്. Okay, any formal education or minimum education standard is not necessary for considered literate. Literacy level of India is very low. Very low എന്ന് പറയുമ്പം സ്റ്റിൽ എന്താണ്, ഒരു 70 to 80% അതിന് റേഞ്ചിന് വരുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് ഈ പറഞ്ഞതുപോലെ 20 to 30% ആളുകൾ എന്താണ് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആണ്. നമ്മളിപ്പം ഇന്ത്യയുടെ 140 കോടി ജനസംഖ്യ വയ്ക്കുമ്പം അവിടെ നോക്കുമ്പോൾ എന്താണ്, അവിടെ 20 to 30% എന്ന് പറയുന്നത് ഏതാണ് 40-50 കോടി ആളുകളുണ്ട് അല്ലേ, അവർ സ്റ്റിൽ ഇല്ലിറ്ററേറ്റ് ആണ്. സോ ലിറ്ററസി ലെവൽ ഓഫ് ഇന്ത്യ ഇസ് വെരി ലോ വിച്ച് ഇസ് എ ഹ്യൂജ് ഒബ്സ്റ്റാക്കിൾ ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ ഗവേൺസ് പ്രൊജക്ട്. ഇത്തരത്തിലെ സാക്ഷരതയും കാര്യങ്ങളും കുറയുമ്പം നമ്മൾ ഈ പറഞ്ഞ 40-50 കോടി ആളുകൾക്ക് എന്താണ് ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്സസിബിൾ ആയിട്ട് വരില്ല. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഭരണപരമായുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊരു ചലഞ്ചാണ്. ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ആക്സസ് ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ, ഹെൻസ് എ പ്രൊജക്ട് ഡു നോട്ട് ഗെറ്റ് മച്ച് സക്സസ്. ഈ പറഞ്ഞതുപോലെ 140 കോടി ജനസംഖ്യയിൽ 40-50 കോടി ആളുകൾക്ക് ഈ ഗവേൺസിൻ്റെ സേവനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനോ വായിച്ചെടുക്കാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു സക്സസ് ആയിട്ട് വിജയമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ. അതുകൊണ്ട് ആളുകളുടെ ലിറ്ററസി വർദ്ധിപ്പിക്കുന്നത് ഗവൺമെൻറ്റിന് മുന്നിലൊരു ചലഞ്ചാണ്. ഇനി ഇവിടെ നമ്മൾ ഇ ഗവേൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഗവേൺസ് ആണ്, അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നല്ലേ. അതുകൊണ്ട് നമ്മൾ സാധാരണ എഴുതാനും വായിക്കാനും മാത്രമുള്ള ലിറ്ററസി പോരാ, എന്തും വേണം. IT ലിറ്ററസി, ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററസി, എഴുതാനും വായിക്കാൻ അറിയണം. വെബ്സൈറ്റിൽ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കാനുള്ള ആ ഒരു കഴിവ് വേണം അല്ലേ, ആ ഒരു കാര്യം വേണം. ഇനി അതുമാത്രം മതിയോ, ആ ഒരു വെബ്സൈറ്റ് എങ്ങനെ ആക്സസ് ചെയ്യും എന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള IT ലിറ്ററസിയും വേണം. മച്ച് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ആർ നോട്ട് ലിറ്ററേറ്റ് and those who are literate they do not have a much knowledge about information and technology. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട് അറൗണ്ട് എന്താണ് 40 to 50 crore ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ലിറ്ററേറ്റ് ബാക്കിയുള്ള 70% ആളുകൾ ലിറ്ററേറ്റ് ആണെങ്കിൽ തന്നെ അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾ എന്താണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇനി അവർക്ക് ലിറ്ററസി ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പറയും ഡിഗ്രി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ബട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല, മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. സോ അത്തരത്തിലുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ലോ IT ലിറ്ററസി. സോ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടും ഇ ഗവേൺസ് ആപ്ലിക്കേഷനും മുഖേന കാര്യങ്ങൾ നേടാൻ വേണ്ടി പറ്റില്ല. ബട്ട് അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൊല്യൂഷനുണ്ട്. ഈ ചലഞ്ചസ് പരിഹരിക്കപ്പെടാത്ത ചലഞ്ചസ് അല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ചലഞ്ചും പരിഹരിക്കപ്പെടാത്ത ചലഞ്ചസ് അല്ല, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഗവൺമെൻറ് സൊല്യൂഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. IT ലിറ്ററസി, സപ്പോസ് നിങ്ങൾക്ക് IT ലിറ്ററസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇ ഗവേൺസ് നേടാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ്? നിയറസ്റ്റ് അക്ഷയ സെൻറ്റർ പോയാൽ മതി, അവർ നിങ്ങളെ സഹായിക്കും അല്ലേ. അതിൻ്റെ ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. സോ അത്തരത്തിലും വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാകും, നിങ്ങളുടെ മനസ്സിൽ തന്നെ സൊല്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട തുടക്ക കാലഘട്ടങ്ങളിലും പിന്നെ അക്ഷയ സെൻറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലും ലഭ്യമല്ലാത്ത ചില പ്രദേശങ്ങളിൽ വിദൂര റിമോട്ട് ഏരിയാസ് വരും അല്ലേ. സോ അവരെയൊക്കെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതി വിജയകരമാണെന്ന് പറയുകയാണെങ്കിൽ ആ പദ്ധതി 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 140 കോടി പേർക്ക് ഒരുപോലെ ആക്സസിബിൾ ആവണം. അല്ലാത്തിടത്തോളം കാലം പല വെല്ലുവിളികളുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ മോസ്റ്റ് ഓഫ് ദ people in India are not aware about the use of information technology. Information technology എന്ന് പറയുമ്പോൾ മൊബൈൽ, കമ്പ്യൂട്ടർ, സോ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. ഇപ്പം എന്നാലും കുറേ കൂടെ എന്താണ് IT ലിറ്ററസി വർദ്ധിച്ചിട്ടുണ്ട്. സോ ഇൻ ഇന്ത്യ ഹാവിങ് സച്ച് ലോ ലെവൽ ഓഫ് IT ലിറ്ററസി ഈ ഗവേൺസ് പ്രൊജക്ട് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് സക്സസ്ഫുള്ളി. സോ ഇത്തരത്തിൽ IT ലിറ്ററസി കുറയുമ്പോൾ നമുക്ക് മറ്റു രീതിയിൽ എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ പോലും അത് മാത്രം വെച്ചുകൊണ്ട് എന്താണ് കമ്പ്യൂട്ടർ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഓൺ ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒരു വെബ് പേജ് എങ്ങനെ തുറക്കണമെന്നോ അതുപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനത്തിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നോ ഇനി അത് അറിയില്ലെങ്കിൽ അതങ്ങനെ ഗൂഗിൾ ബ്രൗസ് ചെയ്യണമെന്നോ സെർച്ച് ചെയ്യണമെന്നോ ആ ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടാവണം അല്ലേ. ഇല്ലാത്തിടത്തോളം കാലം ഗവൺമെൻറ് എന്ത് പദ്ധതി ഇ ഗവേൺസ് മുഖേന കൊണ്ടുവന്നാലും നമുക്ക് ആക്സസിബിൾ ആവില്ല. IT ലിറ്ററസി ഈസ് എ മേജർ ഒബ്സ്റ്റാക്കിൾ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇ ഗവേൺസ് ഇൻ ഇന്ത്യ. മറ്റ് ലിറ്ററസി, സാധാരണ ലിറ്ററസിയും പ്രശ്നമാണ്, എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് IT ലിറ്ററസി തന്നെയാണ്. സാധാരണ ലിറ്ററസി ഉണ്ടായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ PhD പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ എന്താണ് ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ എന്താണ് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ വേണ്ടി അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഇ ഗവേൺസിൻ്റെ സേവനങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പീപ്പിൾ മസ്റ്റ് ബി മെയ്ഡ് അവെയർ അബൌട്ട് യൂസേജ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ITയുടെ യൂസേജ് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കണം. ആ ഒരു ചലഞ്ച് ഇപ്പോഴും സ്റ്റിൽ എന്താണ് ഗവൺമെൻറ്റിന് മുന്നിൽ
കിടക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് അപ്ലിക്കേഷൻ. ഇത്തരത്തിൽ പുതിയ പദ്ധതികളൊക്കെ വരുന്ന സമയത്ത്, ഈ ഗവേണൻസ് വരുന്ന സമയത്ത് തന്നെ ആളുകൾ പല പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം AI ബന്ധപ്പെട്ട് ആളുകൾക്ക് AI മാറാൻ വേണ്ടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ആളുകൾക്ക് മടിയാണല്ലേ. നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുൻപൊക്കെ എന്താണ്, നമ്മൾ വളരെ വലിയൊരു പേപ്പർ എടുത്ത് അവിടെ കാര്യങ്ങൾ 10, 20 എന്നൊക്കെ വെച്ച് കൂട്ടി അതിൻ്റെ ബില്ലൊക്കെ തയ്യാറാക്കി 1000. ഇപ്പം നമുക്ക് എന്താണ്, ജസ്റ്റ് ആ ഒരു നമ്പേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ മൊബൈൽ കാൽക്കുലേറ്റർ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ. ആളുകൾ പറയും ഇങ്ങനെ എഴുതി കൂട്ടുന്നതിൻ്റെ സുഖം വേറെയാണ്. ആക്ച്വലി അതെന്താണ്, ആ ഒരു സുഖമാണോ? അല്ല, ആക്ച്വലി വരുന്നത് നമ്മുടെ ആ ഒരു ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പിന്നെ ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ വേണ്ടി മാറ്റത്തിലേക്കുള്ള ആ ഒരു കാര്യത്തിലേക്ക് ആളുകൾക്ക് മുന്നേറാനുള്ളൊരു മടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ടെക്നോളജീസിന് എന്താണ്, റെക്കഗ്നൈസ് ചെയ്യാനുള്ള ആ ഒരു മടിയാണ്. അതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ. പലരും പറയാറുണ്ട്, പണ്ടൊക്കെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ എന്ത് പറയാറുണ്ട്, അത് സ്കാമാണ്, അതുപോലെ അവിടെ പൈസ ഇട്ടാൽ പോവും, അവിടെ അങ്ങനെ പൈസ ഇട്ടാൽ പോവും എന്നും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ കാര്യങ്ങൾ നടക്കും അല്ലേ. സോ റെക്കഗ്നീഷൻ ഓഫ് അപ്ലിക്കേഷൻ മറ്റൊരു ചലഞ്ചാണ്. റെക്കഗ്നീഷൻ ഓഫ് ഗവേൺസ് ഫെസിലിറ്റീസ് ബൈ ദ സിറ്റിസൺ ഈസ് അനദർ ഹ്യൂജ് ചലഞ്ച്. ഇത് ഗവൺമെൻറ് എന്തൊക്കെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, അത് ജനങ്ങൾ എന്താണ് റെക്കഗ്നൈസ് ചെയ്യണം അല്ലെങ്കിൽ അംഗീകരിക്കണം അല്ലേ. ഇറ്റ് ഈസ് എ ചലഞ്ച് ടു ഹാവ് ഓൾ ദ സിറ്റിസൺ വെൽ അവെയർ ഓഫ് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഹാവ് ദം ടു ട്രസ്റ്റ് ഇൻ ഇറ്റ് സോ ദാറ്റ് സിറ്റിസൺ ഷുഡ് ബി റെഡി ടു ആക്സെപ്റ്റ് ദീസ് ഫെസിലിറ്റീസ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, അവിടെ ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വേണം. ഫോർ എക്സാമ്പിൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പാനും കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെന്താണ് തുപ്പി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? എന്തൊക്കെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ സീറ്റ് കഴിച്ചുകൊണ്ടുള്ള അവസ്ഥ എന്താണ്? അത്തരത്തിൽ ആളുകൾ കൂടെ എന്താണ്, അവരുടെ മനോഭാവം കൂടെ മാറണം. ആളുകൾ അതിനെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതിലൊരു ടെസ്റ്റ്, അതിലൊരു വിശ്വാസം, ഇത് നമുക്ക് വേണ്ടതാണെന്നൊരു ചിന്ത വേണം. അതും ഒരു ചലഞ്ചാണ്. അത് ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചാണ്. പിന്നെ യൂസർ ഫ്രണ്ട്ലിനെസ് ഓഫ് ഗവൺമെൻറ് വെബ്സൈറ്റ് മറ്റൊരു കാര്യമാണല്ലേ. നമുക്കിപ്പം ലിറ്ററസി ഉണ്ട്, IT ലിറ്ററസി ഉണ്ട്, ഡിജിറ്റൽ ലിറ്ററസി എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ബട്ട് കിട്ടുന്ന ആ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തതാണെങ്കിൽ, ആ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ അവിടെ പ്രശ്നം വരും അല്ലേ. സോ കൊണ്ടുവരുന്ന ആപ്ലിക്കേഷൻ എന്താണ്, ആളുകൾക്ക് ഇന്ന കാര്യം ഇത് ഇന്ന കാര്യമാണെന്ന് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അവിടെ കൊടുക്കുന്ന വാക്കുകളായി കഴിഞ്ഞാലും യൂസ് ചെയ്യുന്ന ടേംസ് ആയാലും അതൊക്കെ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറണം അല്ലേ. സോ ആ ഒരു ചലഞ്ച് കൂടിയുണ്ട്. പല വെബ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് ഇതെന്താണെന്ന് തോന്നിപ്പോവും, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് തോന്നിപ്പോവും. ആ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്, ഗവൺമെൻറ് സൈറ്റ് പല രീതിയിൽ എന്താണ് പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ യൂസർ ഫ്രണ്ട്ലിനെസ് ഗവൺമെൻറ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചലഞ്ച് തന്നെയാണ്. യൂസേഴ്സ് ഓഫ് ഗവേൺസ് application are often non-expert users who may not able to use application in a right manner. പലരും എന്നിട്ട് എന്താ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കും. അത് നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസി കാരണമാണ് അടിച്ചു നോക്കും. സോ അങ്ങനെയൊന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാതെ കൃത്യമായിട്ടൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇനീഷ്യലി നമ്മുടെ പേരും കാര്യങ്ങളും അതൊക്കെ നമ്മൾ കൊടുത്ത് ലോഗിൻ ചെയ്യും. പിന്നെ നമുക്ക് എന്തിനാണോ നമ്മൾ അവിടെ കയറിയത് ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ആ ഒരു ബേസിക്കായിട്ടുള്ള UI യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും, അത് നമ്മൾ ഒരുക്കണം അല്ലേ. അല്ലാതെ ആർക്കും വായിച്ചിട്ട് മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആളുകൾ പിന്നെ അത് യൂസ് ചെയ്യില്ല. സച്ച് യൂസേഴ്സ് നീഡ് ഗൈഡൻസ് ടു ഫൈൻഡ് ദ റൈറ്റ് വേ ടു പെർഫോം ദർ ട്രാൻസാക്ഷൻ. പലപ്പോഴും ഗവൺമെൻറ് ഡെമോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എന്താണെന്നൊക്കെ പറഞ്ഞൊരു ഡെമോ ഒക്കെ ഗവൺമെൻറ് തയ്യാറാക്കും അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈലൊക്കെ കാണാം, നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരും. ഇത് സ്കിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞവരൊന്നും കാണാറില്ല. നമ്മൾ പലപ്പോഴും സ്കിപ്പ് അടിക്കുകയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ആവശ്യം ഇതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഡെമോ ഒക്കെ കാണിച്ച് തരാറുണ്ട്. സോ ഗവൺമെൻറ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡെമോസ് കാണാൻ വേണ്ടി സാധിക്കും. Therefore, government website must be user friendly so that more and more people can use them easily. ജനങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ഈ പറയുന്ന ഡെവലപ്പേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ജനങ്ങൾ ഇട്ടിട്ട് പോകും. Hence, this website can be more effective if government website will be designed in a easier format. Only then these will be more usable for users who are not expert user of IT. നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബേസിക്കായിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇത്തരത്തിൽ ലിറ്ററസി ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടറും മൊബൈലും ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ അറിയാം. സോ ആ ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൊണ്ടുകൊടുത്താൽ ആ വ്യക്തി അധികകാലം അത് ഉപയോഗിക്കില്ല അല്ലേ. സോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബേസിക്കായിട്ടുള്ള നോളേജ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു വെബ്സൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും അദ്ദേഹം യൂസ് ചെയ്യും. സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സർവീസ് ആർ നോട്ട് ആക്സസിബിൾ
ഈസിലി പല സേവനങ്ങളും എന്താണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സേവനങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ വൈഫൈയും കാര്യങ്ങളും എല്ലാവർക്കും കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ചില റിമോട്ട് ഏരിയയിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാടിനുള്ളിൽ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെയും പല വീടുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഡീപ്പ് ഫോറസ്റ്റിലല്ല, റിമോട്ട് ഏരിയ. നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ഏരിയയിലും എന്താണ് ഇൻ്റർനെറ്റ് പോലും ഉണ്ടാവില്ല, അവിടെ ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. സോ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലേ, അതും ചലഞ്ചസ് ആണ്. ഈ ഒരു സേവനങ്ങൾ കൃത്യമായിട്ട് എല്ലാവരുടെയും ആക്സസിബിൾ ആവണം നിർബന്ധമില്ല. ദ കൺസെപ്റ്റ് ഓഫ് e-governance ഈസ് ക്ലെയിമിംഗ് ഫോർ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ ഗവൺമെൻറ്, ബട്ട് ദീസ് ഗോൾസ് will be achieved only if the service will be available to 100% of the citizen. അതായത് കേരളമല്ല, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ 140 കോടി ജനങ്ങൾക്കും എന്താണ് ഈ പറയുന്ന സേവനങ്ങൾ ലഭ്യമായെങ്കിൽ മാത്രം, അവർക്ക് ആക്സസിബിൾ ആണെങ്കിൽ മാത്രം, അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻ്റർനെറ്റും കാര്യങ്ങളും ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രം, ലിറ്ററസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ സേവനങ്ങൾ എല്ലാവർക്കും എന്താണ് ആക്സസിബിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ എവറി സർവീസ് ഷുഡ് ബി ആക്സസിബിൾ ബൈ എനിബഡി ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. ആർക്കും എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ ഈ ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ച് വരേണ്ട അവസ്ഥ വരരുത്. ഓക്കെ, ആ ഒരു സഞ്ചരിക്കേണ്ട കാര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു e-governance പദ്ധതിയൊക്കെ കൊണ്ടുവന്നത്, എല്ലാം കമ്പ്യൂട്ടർ മുഖേന കൊണ്ടുവന്നത്. ഈവൺ ഇഫ് ദ യൂസേഴ്സ് ഓഫ് ഇൻ്റർനെറ്റ് ആർ ഗ്രോയിങ് ബട്ട് സ്റ്റിൽ ദർ ഈസ് എ മേജർ പാർട്ട് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ വിച്ച് ഈസ് നോട്ട് ഏബിൾ ടു ആക്സസ് e-governance ആക്ടിവിറ്റീസ് ഫോർ വെറൈറ്റി ഓഫ് റീസൺസ്. അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ എന്താണ് ഒരുവിധം വീടുകളിലൊക്കെ ഇൻ്റർനെറ്റും കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഇല്ലാത്ത ആളുകളെങ്കിലും ഇൻ്റർനെറ്റ്, മൊബൈൽ വിത്ത് ഇൻ്റർനെറ്റ്, വാട്സാപ്പെങ്കിലും ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിലും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്താത്ത സ്ഥലങ്ങളുണ്ട്, എന്താണ് മൊബൈൽ എന്നറിയാത്ത ആ ഒരു സ്ഥലങ്ങളുണ്ട് അല്ലേ. സം പീപ്പിൾ മേ ഹാവ് ലിമിറ്റഡ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഡിവൈസ്. നമ്മൾ പറയാറുണ്ട് ചില പ്രദേശങ്ങളിൽ, ചില ജില്ലകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്താണ് ഒന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് വന്നു എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതുപോലെ റേഞ്ച് കിട്ടണമെങ്കിൽ തെങ്ങിൻ്റെ മേലെ കയറി നിൽക്കണം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ ഇല്ലേ. സോ ഇപ്പം കുറേ പ്രദേശങ്ങളൊക്കെ മാറിപ്പോയി, നല്ല രീതിയിൽ കവറേജും കാര്യങ്ങളൊക്കെ വന്നു, അതും പ്രശ്നമാണ്. ഇത്തരത്തിൽ നിന്നാണ് നമ്മൾ തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് അപ്ലൈ ചെയ്യുമോ, അതിനേക്കാൾ നല്ല നേരെ വില്ലേജ് ഓഫീസിലൊക്കെ പോകുന്നതാണല്ലേ. ദെർഫോർ ഗവൺമെൻറ് ഹാസ് ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആക്സസ് ത്രൂ പബ്ലിക് ടെർമിനൽ ആസ് വെൽ ആസ് എ പാർട്ട് ഓഫ് ദർ യൂണിവേഴ്സൽ ആക്സസ് എഫേർട്ട്. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം കേരള ഗവൺമെൻറ് K-Phone, BPL കുടുംബങ്ങൾക്ക് K-Phone പദ്ധതി, അതൊക്കെ എന്തിനാണ് ലക്ഷ്യം? ഈ e-governance പദ്ധതികളൊക്കെ വ്യാപകമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് K-Phone പോലുള്ള പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ആണ് കോൺഫറൻസ് ഓൺ ടെക്നോളജി പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ്. പലപ്പോഴും ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരുമ്പം ജനങ്ങൾക്ക് ആദ്യൊരു സംശയം ഉണ്ടാകും, ഇത് ഫണ്ട് അവരെ ദൂർത്തടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, ഇത് ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം അതുവരെ നമ്മൾ ഫിസിക്കലായിട്ട് ഇവിടെ ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗവൺമെൻറ് പറയുകയാണ് e-governance എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവരികയാണ് ഞങ്ങൾ, ഇനി നിങ്ങൾക്ക് ഓഫീസിലേക്ക് വരേണ്ട എന്നൊക്കെ പറയും. നമുക്കൊരു സംശയം വരും അല്ലേ, ഇത് ആക്ച്വലി എന്താണ്, ഉള്ളതാണോ, ഇങ്ങനെ നമ്മൾ പോവാതിരിക്കേണ്ടി അല്ലെങ്കിൽ പോവാതെ തന്നെ നമുക്ക് സേവനങ്ങൾ കിട്ടൂ എന്നൊരു സംശയം ജനങ്ങൾക്ക് വരും അല്ലേ. സോ ഈ സംശയം മറികടന്നിട്ട് അതിന് വേണ്ട അവയർനെസ്സും കാര്യങ്ങളും, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് എന്താണ് ഓൺലൈനായിട്ട് പറ്റിക്കപ്പെടാറുണ്ട് ആളുകൾ. അതൊക്കെ വരുമ്പോൾ ആളുകളെ സംശയം അല്ലെങ്കിൽ ഇതിന് മേലുള്ള കോൺഫിഡൻസ് പിന്നെയും കുറയും അല്ലേ. ആ പ്രശ്നങ്ങൾ പരമാവധി തടയാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കണം. അതും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന e-governance ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ വരുന്നത് തട്ടിപ്പാണ്. ഗവൺമെൻറ്റിൻ്റെ പേരിൽ തന്നെ നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടാകും സൈബർ സ്കാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് പല ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് SBIയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത്, ആ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത്, OTP ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പോകുന്ന കേസ്. അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യലാണ്, പോലീസ് സൂപ്രണ്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പൈസ ആട്ടുന്ന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. e-governance പേരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപാട് ഉടായ്പം പരിപാടിയൊക്കെ വരാറുണ്ട്. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ വയ e-government റിക്വയർസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ആൻഡ് കംഫർട്ടബിൾ വൈൽ യൂസിങ് ദ ടെക്നോളജി. ഇത്തരത്തിലുള്ള പദ്ധതിയും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പം ആ ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്ക് വരണം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്, നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊരു കോൺഫിഡൻസ് കൊണ്ടുവരണം. അത് സിമ്പിളല്ല. 140 കോടി ജനങ്ങൾക്കും ഈ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് സിമ്പിളല്ല. ഞാൻ 140 എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കണം, 145 കോടി നമ്മൾ ഈ ഒരു 2025 മറികടന്നിട്ടുണ്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കണം. 140 എന്ന് കേട്ടിട്ട് തെറ്റിദ്ധരിക്കണം, 145 കോടിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ദ ഗവൺമെൻറ് ഷുഡ് പ്രൊവൈഡ് ദ മെഷേഴ്സ് സോ ദാറ്റ് ദ യൂസേഴ്സ് ക്യാൻ ട്രസ്റ്റ് ദ ടെക്നോളജി പ്രൊവൈഡ് ബൈ ദം. ഓക്കെ, ഗവൺമെൻറ് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്കൊരു വിശ്വാസം വരും, ഒരു കോൺഫിഡൻസ് വരും. ദ ഗവൺമെൻറ് ഹാസ് ടു മേക്ക് എ ബാലൻസ് ബിറ്റ്വീൻ എൻഷുറിംഗ് ദാറ്റ് എ സിസ്റ്റം പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ ആൻഡ് burden that extensive checks can take place on people who are
ഓണസ്റ്റ്. സോ ഇത്തരത്തിൽ എന്താണ് ആളുകളിൽ ഒരു വിശ്വാസം വരണം. പണ്ടൊക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലേ, കാരണം നമ്മുടെ കയ്യിൽ പൈസയില്ല, ബാങ്കിലാണ് പൈസ ഉള്ളത്. സോ ഇതേതോ ഒരു വഴിയിലൂടെ വയറൊന്നുമില്ലാതെ നമ്മുടെ മൊബൈലിൽ എങ്ങനെയൊക്കെ പൈസ വരുന്നു എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ. ബട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ UPI ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് UPI ഒക്കെ വരുമ്പോൾ ആളുകൾക്ക് പേടിയായിരുന്നു, UPI ഈ ഒരു ഇവർ പൈസ തട്ടുമോ ബാങ്ക് തട്ടുമോ എന്നൊക്കെ പേടിയായിരുന്നു. ബട്ട് അതൊക്കെ മാറി. ഇപ്പം ടെക്നോളജിക്കൽ പരമായിട്ട് അവയർനെസ്സും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. എന്തിനും ഏതിനും UPI ക്രെഡിറ്റ് കാർഡും അതും ഇതൊക്കെയാണല്ലേ. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? സെപ്പറേഷൻ ആണല്ലേ. എന്ത് കാര്യം നോക്കിയാലും ഈ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സെപ്പറേഷനാണ്. ഇവിടെ എന്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സെപ്പറേഷനാണ്. ഈ പറയുന്ന ഈ ഗവേണൻസിലേക്കുള്ള ആക്സസ് ഉള്ളവനും ആക്സസ് ഇല്ലാത്തവനും തമ്മിലുള്ള സെപ്പറേഷനാണ് അല്ലേ. ആക്സസ് ഉള്ളവനെന്ന് പറയുമ്പം അവിടെ ലിറ്ററസി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭ്യമാവുന്നവരും ഇതൊന്നും ലഭ്യമല്ലാത്ത ആളുകളും. ആ ഒരു സെപ്പറേഷനും ഗവൺമെൻറ്റിന് മുന്നിലുള്ള പലപ്പോഴും പ്രശ്നമാണ്. ഇനീക്വാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ സെപ്പറേഷൻ എന്ന ടേമിലാണ് അവർ തന്നിട്ടുള്ളത്. ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്. ഇത് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഡാറ്റയാണ്. ആ ഡാറ്റ അതുപോലെ റിസർച്ച് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റിസർച്ച് പേപ്പർ കുറച്ച് പഴക്കമുള്ള റിസർച്ച് പേപ്പറാണ്. ഈ ഒരു ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് അവർ കൊടുത്ത ഒരു റിസർച്ചാണ് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിലിട്ടത്. സോ ഇതിൽ കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഹെഡിങ് അതുപോലെ പഠിക്കണമെന്നില്ല, ചിലപ്പം അത് ചോദിക്കും. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. സോ അത് PSC ചിലപ്പം അവരുടേതായിട്ടുള്ള രീതിയിലും തന്നേക്കാം. The separation that exists between individual communities and businesses that have access to information technology and those do not have such access. So ഈ സെപ്പറേഷൻ ആരൊക്കെ തമ്മിലാണ്? ഈ പറയുന്ന ഉള്ളവൻ, എന്തുള്ളവൻ, ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആക്സസ് ഉള്ളവനും ഇനി ഇൻ്റർനെറ്റ് ആ ഒരു സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത ആളുകളും. എക്കണോമിക് പോവേർട്ടി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ലിമിറ്റഡ് ഇൻഫർമേഷൻ ടെക്നോളജി റിസോഴ്സ്. ഇതിൽ മെയിനായിട്ട് എന്താണ്? എക്കണോമിക് പോവേർട്ടി തന്നെയാണല്ലേ. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ ഗതിയില്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഇൻ്റർനെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കും? ഇല്ല, ആ ഒരു പ്രശ്നങ്ങൾ വരും. പീപ്പിൾ who are living below poverty line cannot afford a computer. ഇത്തരത്തിൽ BPL ഫാമിലി, BPL എന്ന് പറയുമ്പോൾ ഓൾറെഡി ഭക്ഷണത്തിന് എന്താണ് കഷ്ടപ്പെടുകയാണല്ലേ. അതിനിടയിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് റീചാർജ് ഒക്കെ ചെയ്യും, ഇൻ്റർനെറ്റ് കണക്ഷൻ ഫോർ ദംസെൽഫ് ടു ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് അതർ ഓൺലൈൻ സർവീസ്. അതിനുവേണ്ടി അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ KFON BPL ഫാമിലീസിന് തന്നെ അങ്ങ് നൽകിയതല്ലേ. BPL ഫാമിലി ഇത്തരത്തിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാസത്തിൽ ബില്ലടയ്ക്കാൻ വേണ്ടി പറ്റാത്ത, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകൾക്ക് ഗവൺമെൻറ് സൗജന്യമായിട്ട്, അതായത് കംപ്ലീറ്റ് ഫ്രീ ആണ്, അവരുടെ ഇൻ്റർനെറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ഫ്രീ ആണ് ഗവൺമെൻറ് KFONിലൂടെ നൽകുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യം എന്താണ്? ഗവൺമെൻറ് അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് ആളുകളിൽ ഇൻ്റർനെറ്റ് മുഖേന എത്തിക്കുക. സോ അത് ആക്സസിബിൾ അല്ലാത്ത ആളുകൾക്ക് സൗജന്യമായിട്ട് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തു നൽകുന്നു. എക്കണോമിക് പോവേർട്ടി ഇസ് നോട്ട് ഓൺലി ദ കോസ് ഓഫ് സെപ്പറേഷൻ, ഇറ്റ് മേ ഓൾസോ ബി കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ. ഈ പറയുന്ന എക്കണോമിക് പോവേർട്ടി മാത്രമല്ല, പൈസ ഇല്ലാത്തത് മാത്രമല്ല, അവയർനെസ് ഒരു പ്രശ്നമാണ്. നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ പദ്ധതികളെ കുറിച്ചിട്ടും ഈ വെബ്സൈറ്റ് എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് അറിയില്ലെങ്കിൽ അവിടെയും പ്രശ്നം വരും അല്ലേ. ഇൻ ഇന്ത്യ ഈവൻ സം ഓഫ് ദ എക്കണോമിക്കലി സ്റ്റേബിൾ പീപ്പിൾ ഡു നോട്ട് നോ അബൌട്ട് ദ സ്കോപ്പ് ആൻഡ് സർവീസ് ഓഫ് ഗവേണൻസ്. ഗവേണൻസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ടാവും. പൈസയൊക്കെ ഉണ്ടാവും, അതുപോലെ സ്റ്റേബിൾ ആയിരിക്കും, റീചാർജ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മൊബൈലും ഇൻ്റർനെറ്റും എല്ലാം ഉണ്ടാവും. ബട്ട് അവർക്ക് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗവൺമെൻറ് ഇങ്ങനൊരു സേവനം ഗവൺമെൻറ് നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പല കാര്യം KSEBിയുടെ ബില്ല് നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് അടക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കരമടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതറിയാത്തവരുണ്ടാവും അല്ലേ. സോ ഈ പറയുന്ന സെപ്പറേഷൻ എന്താണ്? സെപ്പറേഷൻ ആക്സസ് ഉള്ളവർ മാത്രമല്ല, ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളവർ മാത്രമല്ല, ആക്സസ് ഉണ്ടായിട്ടും അറിയാത്ത ആളുകളുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് സം ആക്ഷൻ ടു നാറോ ഓർ ദിസ് സെപ്പറേഷൻ ടു എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ഗവേണൻസ് പ്രൊജക്ട്. കൃത്യമായിട്ട് ഗവേണൻസ് പ്രൊജക്ട് നടപ്പിലാക്കണമെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കുറക്കണം. സെപ്പറേഷൻ കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെൻറ് KFON പോലുള്ള പദ്ധതികളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരണം. പിന്നെ മറ്റൊരു കാര്യമാണ് സ്ട്രഗിൾ ടു ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയാറുണ്ട്, പണ്ട് നമ്മളെന്താണ് ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങൾ. ഇപ്പം കടയിലൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ എന്താണ്, കടയിലൊക്കെ ബില്ലൊക്കെ എന്ത് ചെയ്യും, അവർ ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങി അതിലങ്ങ് എഴുതി വെക്കും അല്ലേ. എന്നിട്ട് ഇപ്പം എന്താണ്, കമ്പ്യൂട്ടറാണ്. സോ ചില കടക്കാർ പറയും പണ്ടുള്ള ആ ഒരു ബുക്കിൽ എഴുതുന്ന സുഖം ഇപ്പം കിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, പല കാര്യങ്ങളും പണ്ട് ചെയ്ത ആ ഒരു കാര്യങ്ങൾ ഇപ്പം എന്താണ്, നമുക്ക് മാറ്റം, ആ ഒരു ചേഞ്ചിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇനീഷ്യൽ ബുദ്ധിമുട്ട്, അത് പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും AI ആയി കഴിഞ്ഞാലും ഇനീഷ്യലി കമ്പ്യൂട്ടർ വരുമ്പോൾ ശക്തമായിട്ട് പലരും എതിർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ബട്ട് ഇപ്പം എന്താണ്, കമ്പ്യൂട്ടർ കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും. സോ അതുപോലെ തന്നെ ഗവേണൻസ് സാധാരണയായിട്ട് നമ്മൾ സ്ഥിരം നമ്മൾ മുൻപൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ
ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സേവനം നമുക്ക് വേണം, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതുമായിട്ട് ബന്ധപ്പെട്ട് കൺസേൺഡ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നു, അവരെ നമ്മൾ 2-3 ദിവസം നടത്തിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, നമ്മുടെ ചെരുപ്പ് തകയുന്ന സമയത്ത് വീണ്ടും നമ്മൾ പോകുന്നു, അങ്ങനെ ഒരു പരിപാടി. അതിൽ നിന്നൊരു മാറ്റം, അതിനൊന്നും വേണ്ട, അവിടെ പോകേണ്ട, ഓൺലൈനായിട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മാറ്റത്തിലേക്ക് വരിക എന്നൊരു സ്ട്രഗിൾ ഉണ്ട്. അത് കൃത്യമായ അവയർനെസ്സും കാര്യങ്ങളും കൊടുത്തു തന്നെ ഗവൺമെൻറ് ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യണം. ദ സ്ട്രഗിൾ ടു ചേഞ്ച് ഫിനോമിനൻ ക്യാൻ എക്സ്പ്ലെയിൻ മച്ച് ഓഫ് ദ ഹെസിറ്റേഷൻ ദാറ്റ് ഒക്വയർ ഓൺ ദ പാർട്ട് of the constituent in moving from paper based to a web based system to interact with the government. അതുവരെ എന്താണ് പേപ്പർ ബേസ് ആയിട്ട് ചെയ്ത്, ഇപ്പം ബഡ്ജറ്റും കാര്യങ്ങളും പണ്ട് കാലത്തൊക്കെ എന്താണ് പേപ്പർ ബഡ്ജറ്റ് ആയിരുന്നു, അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരില്ലേ. ബൊഗട്ടി എന്ന് പറയുന്ന ടേം തന്നെ നിങ്ങൾ കേട്ടില്ലേ, ബഡ്ജറ്റ് ഇട്ട് കൊണ്ടുവരുന്ന ഒരു ബാഗാണ് ആ ഒരു ബൊഗട്ടി എന്ന് പറയുന്ന ഒരു ഭാഷയല്ല ആ ഒരു വേർഡ് തന്നെ വരുന്നത്. അങ്ങനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന വേർഡായിട്ട് മാറുന്നത്. സോ ആ ഒരു ബാഗ് ഉണ്ടാവില്ല, അതിലാണ് ബഡ്ജറ്റിൻ്റെ കാര്യം പേപ്പറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത്. സോ അതൊക്കെ മാറി, അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഇല്ല. ഇപ്പം കംപ്ലീറ്റ് ഡിജിറ്റൽ ബഡ്ജറ്റായിട്ട് മാറി അല്ലേ. സിറ്റിസൺസ്, എംപ്ലോയീസ് ആൻഡ് ബിസിനസ് ക്യാൻ ഓൾ ഹാവ് ദെയർ ബയസസ് വിത്ത് റെസ്പെക്ട് ടു ഹൗ ട്രാൻസാക്ഷൻ ഷുഡ് ബി പ്രോസസ്ഡ്. ഗവൺമെൻറ് എൻറ്റിറ്റീസ് and public policy administrators cannot ignore the changes that occur as a result of the implementation of ICT. ഇത്തരത്തിൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആ ഒരു ഭയവും കാര്യങ്ങൾ എന്താണ് ഒരിക്കലും ഗവൺമെൻറ് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കാൻ വേണ്ടി ഗവൺമെൻറ് പറ്റത്തില്ല. അത് ഒഴിവാക്കണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവയർനെസ്സും കാര്യങ്ങളും നൽകണം അല്ലേ. എഡ്യൂക്കേഷൻ അബൌട്ട് ദ വാല്യൂ ഓഫ് ന്യൂ സിസ്റ്റം, ഈ ഗവേണൻസ് വന്നാൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ മെല്ലെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു കംഫേർട്ട് സോൺ, നമ്മൾ പലപ്പോഴും പറയുന്ന കംഫേർട്ട് സോണിൽ നിന്ന് മാറുക, ആ ഒരു പ്രശ്നം ഉണ്ടാവും. എഡ്യൂക്കേഷൻ അബൌട്ട് ദ വാല്യൂ ഓഫ് ന്യൂ സിസ്റ്റം ഈസ് വൺ സ്റ്റെപ്പ് ടുവേർഡ്സ് റെഡ്യൂസിങ് സം ഓഫ് ദിസ് സ്ട്രഗിൾ. അതുകൂടെ ഓർത്തു വയ്ക്കാം. ഇനി 10ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 140-150 കോടിക്കിടയിൽ വരുന്ന ജനസംഖ്യ. ഈ ജനങ്ങൾക്ക് മുഴുവൻ ഈ പറഞ്ഞ എല്ലാ സേവനങ്ങളും എത്തിക്കുക എന്ന് പറയുന്ന പ്രശ്നമാണല്ലേ. വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷനും പ്രശ്നമാണ്. മുൻപൊക്കെ ആണെങ്കിൽ ഇത് തുടക്ക സമയത്ത് ഈ ഗവൺമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈവൻ ആധാർ ഇന്ന് കാണുന്ന പോലൊരു യുണീക്കായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നെ ആധാറും കാര്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വന്നത്. സോ ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു യുണീക്കായിട്ടുള്ള നമ്പറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നെ കൊണ്ടുവന്നു. സോ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് പദ്ധതികളുടെ ഭാഗമാക്കിയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതും വളരെ വലിയൊരു വെല്ലുവിളിയാണ്. പോപ്പുലേഷൻ അത്രയും ഉള്ളത് കൊണ്ടാണ് അതിന് മാത്രമുള്ള സ്ട്രെങ്ത്തും എന്താണ്, ഈ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ കണക്കായുള്ള സ്ട്രെങ്ത്തും നമ്മുടെ ഗവൺമെൻറ് വരുന്നില്ല. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് പ്രോബബ്ലി ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇ ഗവേണൻസ് പ്രൊജക്ട് ആസ് പോപ്പുലേഷൻ ഈസ് കൺസിഡർഡ് to be an asset to the country, but it also offers some other challenges. അതായത് എസ്റ്റാബ്ലിഷൻ പേഴ്സൺ ഐഡൻറ്റിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. ഇപ്പം UIDAI അല്ലെങ്കിൽ നമ്മുടെ ആധാറൊക്കെ ഉണ്ടെങ്കിലും അത് ഇനീഷ്യലി ഒരു പ്രശ്നമായിരുന്നു. മെഷറിംഗ് ദ പോപ്പുലേഷൻ, കീപ്പിംഗ് ദ ഡാറ്റാബേസ് ഓഫ് ഓൾ ഇന്ത്യൻ നാഷണൽസ് ആൻഡ് കീപ്പിംഗ് ദിസ് ഡാറ്റാബേസ് അപ്ഡേറ്റഡ് മറ്റൊരു പ്രശ്നമാണല്ലേ. ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പം അതും പ്രശ്നമാണ്. നമ്മളിപ്പം ബർത്ത്, ഡെത്ത് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന വെല്ലുവിളിയാണ്. ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു എണ്ണവും കാര്യങ്ങളും കിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് മനസ്സിലാവത്തില്ല എത്ര ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു 10 ലക്ഷം ആളുകളുടെ ബർത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം ഹോസ്പിറ്റലിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു എണ്ണം അവിടെ കുറയല്ല. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് കണക്കിൽ എന്താണ് ഈ ഒരു ഇ ഗവേണൻസ് സേവനങ്ങൾ കിട്ടേണ്ട ആളുകളുടെ എണ്ണം 10 ലക്ഷം കുറഞ്ഞു എന്നൊരു പ്രശ്നം അവിടെ വരും അല്ലേ. സോ പോപ്പുലേഷൻ നമുക്ക് അവിടെ ഒരു വെല്ലുവിളിയാണ്. പിന്നെ 11ാമത്തെയാണ് ലാക്ക് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ്. ഓക്കെ, ഇവിടെ ലാക്ക് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പരസ്പരം ഇത്തരത്തിൽ സർവീസും കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സേവനം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൈമാറുന്ന സമയത്ത് അവിടെയും പ്രശ്നങ്ങൾ വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഇ ഗവേൺ സർവീസ് വിച്ച് ആർ ഓഫേർഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ആർ നോട്ട് ഇൻ്റഗ്രേറ്റഡ്, പരസ്പരം കണക്റ്റഡ് അല്ല അല്ലേ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് മേ ബി ഇറ്റ്സ് എ മേജർ
കോഴ്സ് പല പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്താണ് ഈ ഒരു പദ്ധതി ഇന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങളല്ല, നിങ്ങൾ അവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട എന്ന രീതിയിൽ പറയും, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ കാണില്ല. ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. Therefore, the information that resides within one department has no or little meaning to some other department of the government. അത്തരത്തിലുള്ള വെല്ലുവിളി കൂടെ ഗവൺമെൻറ് മുന്നിലേക്ക് വരും. പിന്നെ ലാക്ക് ഓഫ് അവയർനെസ് ഇൻ പീപ്പിൾ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ ഒരു ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് പരമാവധി ജനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു അവയർനെസ് കുറയുന്നതും പ്രശ്നമാണ്. മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് ഇ ഗവേണൻസ് സർവീസ്. എന്തിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ്? ഈ പറഞ്ഞ ഇ ഗവേണൻസ് ഇന്ത്യയിൽ വന്നാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും? നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. അതുപോലെ സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിർച്വലി ലഭിക്കുന്നുണ്ട്. നേരിട്ടൊരു വ്യക്തിയെ, ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസീൽദാരോ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല പരമാവധി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. Even the government do not pay much attention to make the people aware about e-governance activities. ഇപ്പം എന്നാലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് ഇപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ച് പരസ്യങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയാസിലൂടെയും അതുപോലെ തന്നെ മറ്റു മീഡിയാസിലൂടെയും ഗവൺമെൻറ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായുള്ള അവയർനെസ് നൽകുന്നുണ്ട്. അൺഅവയർനെസ് ഈസ് എ മേജർ ചലഞ്ച് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇ-ഗവേണൻസ് പ്രൊജക്റ്റ്. നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ്, മുന്നോട്ടേക്ക് പോകുക കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, പ്രത്യേകിച്ച് ഇത്രയും വലിയ ജനസംഖ്യ വരുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത്. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ടുള്ള എൻവയോൺമെൻറ്റ് സോഷ്യൽ ചലഞ്ചസ് പറയാനുള്ളത്. 11ഓളം കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ലോ ലിറ്ററസി, ലോ IT ലിറ്ററസി, റെക്കഗ്നിഷൻ ഓഫ് അപ്ലിക്കേഷൻസ്, യൂസർ ഫ്രണ്ട്ലിനെസ് ഓഫ് ഗവൺമെൻറ് വെബ്സൈറ്റ്, സർവീസ് ആർ നോട്ട് ആക്സസിബിൾ ഈസി, കോൺഫിഡൻസ് ഓൺ ടെക്നോളജി പ്രൊവൈഡ് ബൈ ഗവൺമെൻറ്, സെപ്പറേഷൻ, സ്ട്രഗിൾ ടു ചേഞ്ച്, പോപ്പുലേഷൻ, ലാക്ക് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർവീസ്, ലാക്ക് ഓഫ് അവയർനെസ് ഇൻ പീപ്പിൾ. 12 കാര്യം, 12 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇനി രണ്ടാമത്തെ ഏരിയയിലേക്ക് നമുക്ക് പോവാം. എക്കണോമിക്കൽ ചലഞ്ചാണ്. എക്കണോമിക്കലും ടെക്നോളജിക്കൽ ചലഞ്ചസ് കൂടിയാണ് നോക്കാനുള്ളത്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായുള്ള പ്രശ്നം. നമ്മളത് തുടക്കത്തിൽ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എക്കണോമിക്കൽ ചലഞ്ചിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാണ്ട്. ഒന്നാമത്തെ എക്കണോമിക് സാമ്പത്തികപരമായുള്ള ചലഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റാണ്, പൈസ തന്നെയാണല്ലേ. ഗവൺമെൻറ് എന്ത് വേണം? ഇത്രയും വലിയ ജനസംഖ്യക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങി എന്ന് പറയുമ്പം സിമ്പിൾ കാര്യമൊന്നുമല്ല. നമുക്കിപ്പോൾ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുക എന്ന് പറയുമ്പം മിനിമം എനിക്ക് തോന്നുന്നു ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരു സിമ്പിൾ UI ഒക്കെ വെച്ചുള്ളൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഒരു 1-2 ലക്ഷം രൂപ മിനിമം നമുക്ക് ഇപ്പം വരും. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കിട്ടുക, അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേറെ പൈസയുണ്ട് മെയിൻ്റെനൻസിന്. സോ ഏതാണ്ട് ഒരു 1-2 ലക്ഷം രൂപ വരും അല്ലേ. സോ ഇതുപോലെ ഗവൺമെൻറ് ഒരുപാട് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ്റിന് വേണ്ടി വരും. സോ ഇന്ത്യ പോലൊരു രാജ്യത്ത് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കോസ്റ്റ് കൂടെ നമുക്ക് വഹിക്കേണ്ടതായിട്ട് വരുന്നതും ഒരു ചലഞ്ചാണ്. ആ കോസ്റ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, കോസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്സ്റ്റാക്കിൾ in the path of implementation of e-governance, where major part of the population living BPL. നമ്മുടെ രാജ്യത്ത് എന്താണ് കൂടുതൽ ആളുകളും ബിലോ പോവേർട്ടി ലൈനാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് ഇത്തരത്തിൽ ഗവൺമെൻറ് വിവിധ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വ്യക്തികളായിരിക്കും. ഇവൻ ദ പൊളിറ്റീഷ്യൻ ഡു നോട്ട് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ഇംപ്ലിമെൻറ്റ് ഇ-ഗവേണൻസ്. ഇ-ഗവേണൻസ് വന്നാൽ കുറച്ചുകൂടെ എന്താണ് അഴിമതി കുറയും, അതുപോലെ തന്നെ കുറച്ചുകൂടെ സുതാര്യവും. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ചലഞ്ചും ഉണ്ട്. പൊളിറ്റീഷ്യൻസ് താല്പര്യമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എല്ലാം അക്കൗണ്ടബിൾ ആയിട്ട് മാറുന്ന പേടിയുണ്ട്. എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണീസ് ഇൻവോൾവ്ഡ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ ആൻഡ് എവല്യൂഷണറി മെയിൻ്റെനൻസ് ടാസ്ക്. സോ ഇനീഷ്യലി ആപ്പ് കൊണ്ടുവരുന്ന മാത്രമല്ല, ആപ്പിൻ്റെ സെക്യൂരിറ്റി വളരെ വലിയൊരു കൺസേൺ ആണ്. അതുമാത്രമല്ല ആപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. സോ ഇ-ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ആപ്ലിക്കേഷൻസ് മുഖേന തന്നെയാണ്, വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ മുഖേനയാണ്. സോ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ നിർമ്മാണം, അതിൻ്റെ മെയിൻ്റെനൻസ് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടവേളകളിൽ വരുന്നൊരു ചിലവായിട്ട് മാറും. ആ ഒരു കോസ്റ്റും ഗവൺമെൻറ് ഒരു ചലഞ്ചാണ്. ദീസ് കോസ്റ്റ് മസ്റ്റ് ബി ലോ ഇനഫ് സോ ദാറ്റ് ടു ജനറേറ്റ് എ ഗുഡ് കോസ്റ്റ് ഓർ ബെനിഫിറ്റ് റേഷ്യോ. സോ ഇത്തരത്തിൽ ഗവൺമെൻറ് ഇനീഷ്യലി ഫണ്ട് ഇറക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു കിട്ടലുകൾ വളരെ വലിയ രീതിയിലൊന്നുമില്ല. വൺസ് നമ്മളെന്താണ് ഈ പറയുന്ന രീതിയിൽ ഇ-ഗവേണൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് വരും. ടൈം പരമാവധി കുറയ്ക്കുക, അത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ് വരും. സോ ഇനീഷ്യൽ എന്താണ് ഗവൺമെൻറ് ഇതൊരു ചലഞ്ച് തന്നെയാണ്. രണ്ടാമത്തെയാണ് ആപ്ലിക്കേഷൻസ് മസ്റ്റ് ബി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു എനദർ. അതായത് പല സേവനങ്ങൾ എന്താണ് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ചിലതിന് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും അല്ലേ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നത് അതും ഗവൺമെൻറ് ഒരു ചലഞ്ചാണ്. ഇ-ഗവേണൻസ് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം. Therefore, these application can be used at any platform irrespective of the hardware or software
ആൻഡ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അതർ പ്ലാറ്റ്ഫോം. സോ അങ്ങനെ കുറച്ചുകൂടി എന്താണ് ആളുകൾക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം അല്ലേ. ദീസ് ആപ്ലിക്കേഷൻ മേ ഓൾസോ ഹെൽപ്പ് ഓൺ പോസിബിൾ റീയൂസ് ബൈ അതർ അഡ്മിനിസ്ട്രേറ്റർ. സോ ആ രണ്ടാമത്തെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അതർ. മൂന്നാമത്തെയാണ് മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ്. നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല അല്ലേ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ടാസ്ക് ആണല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ ഓരോ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാറില്ലേ. സോ അത്തരത്തിൽ എന്താണ് ഗവൺമെൻറ്റും ആ ഒരു കാര്യങ്ങൾ ചെയ്യണം, അതിന് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണം. ഫ്രീ ആയിട്ടൊന്നും ആരും മെയിൻ്റെനൻസും സൈബർ സെക്യൂരിറ്റി ഒന്നും ചെയ്തു തരില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ ഓരോ ടെക്നോളജി മാറുന്നതിന് കണക്കായുള്ള അപ്ഡേഷനും കാര്യങ്ങളും കൊണ്ടുവരണം. അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും. പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പം ആൻഡ്രോയിഡിൽ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതിന് കോമ്പാറ്റബിൾ ആകുന്ന രീതിയിൽ ഗവൺമെൻറ് സൈറ്റ് മാറ്റിയെടുക്കണം. ആ ഒരു പ്രശ്നം വരും. സോ മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ് ഒരു വെല്ലുവിളിയാണ്. ആസ് എ ഇൻഫർമേഷൻ ടെക്നോളജി ചേഞ്ചസ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അപ്ഡേറ്റ് അവർ എക്സിസ്റ്റിംഗ് സിസ്റ്റം വെരി ഫാസ്റ്റ്. സോ ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടും കാര്യങ്ങളും വേണ്ടേ. പെട്ടെന്ന് ചാടി കയറിയിട്ട് എന്താണ് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. So regulations of a different device and their different characteristics may vary and the system is used must be capable to handle all the emerging needs. ഇത്തരത്തിൽ നിന്നാണ് മാറുന്ന ആവശ്യങ്ങൾ കണക്കായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. മെയിൻ്റെനൻസ് ഈസ് എ കീ ഫാക്ടർ ഫോർ ലോങ് ലിവിങ് സ്റ്റാൻഡേർഡ് സിസ്റ്റംസ് ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ, സെക്യൂരിറ്റിയും കാര്യങ്ങളും എന്താണ് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡാറ്റ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നൊരു പ്രശ്നം വരും അല്ലേ. സോ മെയിൻ്റെനൻസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രോണിക് ഡിവൈസിന്. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കിയതിനെ മനസ്സിലാവും. ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതിൻ്റെ എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും എന്താണ് സെർവർ ഡൗൺ ആവാം, എന്ത് പ്രശ്നങ്ങളും വേണമെങ്കിലും വരാം അല്ലേ. സോ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആളുകളുടെ വായിന്ന് കേൾക്കേണ്ടി വരും, ആ ഒരു സൈറ്റ് പോയി അടിച്ചു പോയി എന്നൊക്കെ പറയും അല്ലേ. സോ ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ അടിച്ചു പോകുമ്പോൾ ആ ട്രോള് വരും അല്ലേ. നമ്മുടെ സക്കംബർഗൊക്കെ വയറൊക്കെ പിടിച്ചിരിക്കുന്ന ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ലോ പെർ ക്യാപിറ്റ ഇൻകം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്തായാലും കുറഞ്ഞേ വരും. കാരണം എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണല്ലേ. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് വർദ്ധിച്ചു വരുന്നുണ്ട്, പോപ്പുലേഷൻ വർദ്ധിച്ച് വരുന്നുണ്ട്. അതിന് കണക്കായിട്ട് എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം അത്രത്തോളം വരുന്നില്ല. അതുകൊണ്ട് എന്താണ് മുകളിലുള്ള വാല്യൂ ചെറുതും താഴെയുള്ള വാല്യൂ വീണ്ടും വലുതാകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ ഒരു കണക്കുകൾ നോക്കി. ഇപ്പം 4/2 നമ്മൾ നോക്കി, അവിടെ എത്രയാണ് വരുന്നത്, 4/2 2ആണ്. ഇനി എന്താണ് ഈ മുകളിലുള്ള വാല്യൂ എന്താണ് 3 ആവുകയാണ്, ഇവിടെ 3 ആവുകയാണ്. സോ ഇവിടെ എന്താണ് 3/3 1. ഈ രീതിയിൽ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം. നമ്മൾ ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിലുള്ള ആ ഒരു കാര്യമാണ്. നമുക്ക് അടിയിൽ വരുന്നതാണ് പോപ്പുലേഷൻ അല്ലേ. ആ ഒരു പോപ്പുലേഷൻ എന്താണ് കൂടി വരുമ്പോൾ മുകളിൽ വരുന്ന വാല്യൂ എന്താണ് എത്ര മാറിയിട്ടും കാര്യമില്ല, നമ്മുടെ ഔട്ട്പുട്ട് ചെറുതായിരിക്കും, പെർ ക്യാപിറ്റ ഇൻകം കുറവായിരിക്കും. മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. ഒന്നാമത്തെ റീസൺ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ തന്നെയാണ്. ഓക്കെ, ആ ഒരു പോപ്പുലേഷൻ ആനുപാതികമായുള്ള രീതിയിൽ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം മീൻസ് ഹൗ മച്ച് each individual receive in terms of money of the yearly income generated in a country. So per capita income നമുക്കറിയാം ദേശീയ വരുമാനം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ആണ്. ദിസ് refers to what each individual receives if the yearly national income is divided equally among everyone. അതായത് ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് ആ ഒരു കാര്യങ്ങളാണ് പെർ ക്യാപിറ്റ ഇൻകം പറയുന്നത്. ഒരിക്കലും ഒരാളുടെ കൃത്യ വരുമാനം എന്നൊന്നുമല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് വിചാരിക്കാം. പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഒരു വീട്ടിൽ 4 പേര്, ഫാദർ, മദർ, സണ്ണ്, ഡോട്ടർ. ഇതിൽ ഫാദർക്ക് മാസം 20,000 രൂപയുണ്ട്, മദർക്ക് മാസം 30,000 രൂപയുണ്ട്, ഡോട്ടർക്ക് മാസം എത്രയാണ് 10,000 രൂപയുണ്ട് സണ്ണിൻ്റെ ജോലിയിൽ. ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ 30, 20, 50, 60 ടോട്ടൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ നാഷണൽ ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലെ ഇൻകം 30 + 20 + 10 + 0 ആണ് വരുന്നത്, 60 ആണല്ലേ. എത്ര പേരുണ്ട്, 1, 2, 3, 4 പേരുണ്ട്. 60/4 എന്ന് പറയുമ്പോൾ എത്ര വരും, നമുക്ക് 15 വരും അല്ലേ. ഇവിടെ ഒരാളുടെ വരുമാനം 15 എന്നാണ് അർത്ഥം. ഇവിടെ 15 ആരുമില്ല, 10, 30, 20 ആണല്ലേ. സോ ഇവിടെ ഒരാളുടെ ആവറേജ് വരുമാനം എന്താണ്, 4 പേരുടെ ആവറേജ് വരുമാനം, ഇവിടെ 0 ആണ് വരുമാനം, അതാണ് 15. ഒരിക്കലും ഒരാളുടെ വരുമാനം എന്ന രീതിയിലല്ല. സോ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഈസ് ലോ ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. അതുകൂടെ ഓർത്ത് വെച്ചാൽ മതി. Therefore, people
cannot afford online services provided by the government, which is a challenge for implementation of e-governance. അതും e-governance ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. പിന്നെ മറ്റൊന്നാണ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP നിങ്ങൾ നോക്കിയേ, ആ ഒരു GDP കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പല കാര്യങ്ങളുടെ പ്രൊഡക്ഷൻ, ഇന്ത്യയുടെ ഒരു GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. നമ്മുടെ GDPയിൽ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അത്രത്തോളം വളർച്ച പലപ്പോഴും വരാറില്ല മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് GDP ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും. സോ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് എന്താണ് ഇന്ത്യക്ക് കുറവാണ്. അത് GDPയിലൂടെയാണ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. അതും നമ്മുടെ പ്രശ്നമാണ്. ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്, ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് വൺ ഓഫ് ദ മെഷേഴ്സ് ഓഫ് നാഷണൽ ഇൻകം ആൻഡ് country's economy. GDP definition ഞാൻ പറഞ്ഞു is total market value of all final goods and services produced within the country in a given period of time. ഒരു ഫിനാൻഷ്യൽ ഇയർ 2025-26 ആണ്. 25 ഏപ്രിൽ 1 തൊട്ടിട്ട് 26 മാർച്ച് 31 വരെ GDP of a country is the measure of its financial strength. India has limited financial resource so as to implement and maintain the e-government പ്രൊജക്റ്റ് പ്രോപ്പർലി. അത്രമാത്രം വരുമാനം ഇല്ല ഇന്ത്യക്ക്, വരുമാനം ഇല്ല ഇൻ ദ സെൻസ്. സോ നമുക്ക് എന്ത് കാര്യമായാലും റവന്യൂ ഉണ്ടാവും, അതുപോലെ എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ വെൽഫെയർ മെഷേഴ്സിന് നല്ല ഫണ്ട് വരുന്നത്. നിങ്ങൾ ബഡ്ജറ്റ് തന്നെ നോക്കിയാൽ മതി. നമുക്ക് വരുന്ന ബഡ്ജറ്റ് അധികം ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്, കമ്മി ബഡ്ജറ്റാണ്. എന്തുകൊണ്ടാണ് കമ്മി ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയണമെങ്കിൽ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ ആണ്. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു? കാരണം ഇന്ത്യയിൽ വരുമാനം, റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് ടാക്സ്, നോൺ ടാക്സ്, PSUസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് വരുമാനം വരുന്നത് അല്ലേ. സോ നമ്മുടെ ചെലവെന്ന് പറയുന്നത് എന്താണ്, ചെലവ് നല്ല രീതിയിൽ ചെലവ് നമുക്ക് വരുന്നുണ്ട്. റോഡ് നിർമ്മാണം, ബ്രിഡ്ജ് നിർമ്മാണം, ആളുകൾക്ക് എന്താണ് വെൽഫെയർ മെഷേഴ്സ്, അതായത് BPL ഫാമിലീസിനൊക്കെ എന്താണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നില്ല, നമ്മൾ ഗവൺമെന്റ് സൗജന്യമായിട്ടൊക്കെ കൊടുക്കുന്നില്ലേ. സോ അതൊക്കെ ഗവൺമെന്റ് ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ ടാക്സ് എന്ന് കണ്ടെത്തണം. സോ ടാക്സ് നിന്ന് കിട്ടാതെ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, കടമെടുക്കും. അങ്ങനെയാണ് നമുക്ക് ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൂടെ അവിടെ നോർത്ത് വെക്കണം. അതിനിടയിൽ എന്താണ് ഈ ഗവേൺസിന് കൂടെ ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൂടെ നോർത്ത് വെച്ചാൽ മതി. നമ്മുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ടെക്നിക്കൽ ചലഞ്ചസ്, ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതികപരമായുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്ന് നോക്കാം നമുക്ക്. അതിൽ ആദ്യത്തെയാണ് ഇന്ററോപ്പറബിലിറ്റി. എന്താണ് ഇന്ററോപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറഞ്ഞാൽ പരസ്പരമുള്ള പ്രവർത്തനക്ഷമതയാണ് അല്ലേ. പുതുതായിട്ടൊരു അപ്ലിക്കേഷൻ വരുന്ന സമയത്തും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ലിക്കേഷനും ആ ഒരു രണ്ട് കാര്യങ്ങളാണ് പരസ്പരം ഒരുപോലെ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അത് നമുക്ക് പലപ്പോഴും വരുന്ന ചലഞ്ചാണ്. അത് ടെക്നിക്കൽ സൈഡിൽ വരുന്ന ചലഞ്ചാണ്. ഇന്ററോപ്പറബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് സിസ്റ്റം ആൻഡ് ഓർഗനൈസേഷൻ, സിസ്റ്റവും അതുപോലെ ഓർഗനൈസേഷൻ ആണല്ലേ, ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ടു വർക്ക് ടുഗദർ, ഒന്നിച്ചു വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെല്ലുവിളികളാണ് ഇന്ററോപ്പറബിലിറ്റിയിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഇഷ്യൂയിലൂടെ, അതായത് ഇന്റർഓപ്പറബിലിറ്റി അത് തന്നെയാണ്. ദ e-governance application must have these characteristics so that newly developed and existing application can be implemented together. ആ ഒരു പ്രശ്നം പലപ്പോഴും നമുക്ക് വരുന്നതാണ്. കമ്പാറ്റബിലിറ്റി ഇഷ്യൂവും കാര്യങ്ങളും പലപ്പോഴും വരാറുണ്ട്. നെക്സ്റ്റ്, സ്കെയിൽ ഓഫ് അപ്ലിക്കേഷൻ. 140-150 കോടി ജനങ്ങൾ വരുന്നുണ്ടല്ലേ. ഇത് എല്ലാവർക്കും കിട്ടുക, ഈ ഒരു ഇന്റർഫേസും കാര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. e-governance project have to be designed to scale from the day one. E-governance is supposed to affect every citizen of the country. So e-governance application must be the scale to interface with every citizen. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു കാര്യം. അതും ടെക്നിക്കലി നമുക്ക് എന്താണ് പ്രശ്നമാണ്. 140 കോടി ജനങ്ങൾക്കും ഈ ഒരു കാര്യം ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മൾട്ടി മോഡൽ interaction ആണ്. Multi-modal interaction provides users with multiple modes of interfacing with the system, and e-government application can be really effective if the users can access it using different device. നമുക്കിപ്പം മൊബൈലിൽ യൂസ് ചെയ്യാം, അതുപോലെ iOS യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം. എല്ലാ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ iOS സപ്പോർട്ട് ചെയ്യത്തില്ല, പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലേ. അത് ഈ പറയുന്ന പ്രശ്നമാണ്. മൾട്ടി മോഡൽ ഇൻട്രാക്ഷൻ ആണ്. ആ ഒരു പ്രശ്നം വരാറുണ്ട് പലപ്പോഴായിട്ട്. മൾട്ടി മോഡൽ ഇൻട്രാക്ഷൻ പ്രൊവൈഡ് ദ യൂസേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ മോഡൽസ് ഓഫ് ഇന്റർഫേസിങ് വിത്ത് സിസ്റ്റം. ഇപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിച്ച് വരുന്നുണ്ട്. എന്നാലും പണ്ടൊക്കെ കേൾക്കാറുണ്ട് നമുക്ക് iOS യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന കാര്യം, പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല, മൊബൈലിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേഫ്റ്റി റീസൺസ് കാരണം അവർ ചെയ്യാറുണ്ട്. ആൻഡ് e-government application can be really effective if its users can access it using different device. നാലാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ടെക്നിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. കാരണം
നമ്മളെ എല്ലാ കാര്യങ്ങളൊക്കെ നൽകുകയാണല്ലേ, നമ്മുടെ പേര്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആ ഒരു കാര്യം A to Z കാര്യം. ഇപ്പം നമുക്കൊരു കാര്യത്തിന് ബെനിഫിഷ്യറി ആവണമെങ്കിൽ ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് നമുക്ക് കാരണം നമ്മളോട് ആദ്യം എന്ത് ചോദിക്കും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്, നമ്മുടെ പാൻ കാർഡ് കൊടുക്കുകയാണ്, എല്ലാം നമ്മൾ കൊടുക്കുകയാണല്ലേ. ഇനി വരുന്ന ജനറേഷനിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന കാര്യം ഒന്ന് ഡാറ്റയാണ്. പലരും എന്താണ് നമ്മൾ കേൾക്കാറുണ്ട്, പലരും എന്താണ് ഡാറ്റാസ് വിൽക്കാറുണ്ട് അല്ലേ. ഇവൺ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ വിറ്റു, അവരുടെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വിറ്റു എന്ന് പറഞ്ഞിട്ട് തന്നെ വളരെ വലിയ ഫൈൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വാട്സപ്പിൻ്റെ കയ്യിൽ ലോകത്തുള്ള 800 കോടി ജനങ്ങളിൽ ഒരു 500 കോടി ജനങ്ങളുടെ, മിനിമം 500 കോടി ജനങ്ങളുടെ ഡാറ്റയെങ്കിലും കാണും അല്ലേ. അതിലെന്താണ് ഒരു ഈ പറയുന്ന ഡാറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എന്താണ് നമ്മൾ പറയുക, ഒരു സെയിൽസ് കമ്പനി അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് കമ്പനി വാങ്ങുകയാണ്. വാട്സപ്പിൻ്റെ കയ്യിൽ 500 കോടി ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. 500 കോടി ആളുകളുടെ, ലോകത്ത് 800 കോടി ജനസംഖ്യയാണ്, അതിൽ 500 കോടി ആളുകളുടെ മിനിമം ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നിന് നിങ്ങൾ ആലോചിച്ച് ഒരു ഡാറ്റയ്ക്ക് 10 കോടി വെച്ച് വിറ്റാൽ പൈസ എത്രയായി? 5000 കോടി രൂപ. വാട്സപ്പിനല്ല, മിനിമമുള്ള കാര്യമാണ് പറഞ്ഞത്, 5000 കോടി രൂപ. ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ സിസ്റ്റത്തിലേക്ക് വന്ന ഡാറ്റാസ്, ആളുകളുടെ പേരും ഡീറ്റെയിൽസും. പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യം ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചാൽ അവർക്ക് പരസ്യം അയച്ചുകൂടെ? അവരുടെ നമ്പർ കിട്ടി, അഡ്രസ്സ് കിട്ടി, ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, അവരുടെ നമ്പറിലേക്ക് ഇവരുടെ പ്രൊമോഷനും കാര്യങ്ങളും അയക്കാം. സോ അതുകൊണ്ട് ഡാറ്റയാണ് ഇനി വരുന്ന എല്ലാത്തിനും മുകളിൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സോ ഈ ഡാറ്റാസ് കൃത്യമായിട്ട് പ്രൈവസിയോടും സെക്യൂരിറ്റിയോടും കൂടെ കിട്ടുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ വെല്ലുവിളിയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നമ്പേഴ്സ് ചോർന്നു, ആധാർ നമ്പേഴ്സ് ചോർന്നു, ഇത്രയും ആളുകളുടെ ഡീറ്റെയിൽസ് ചോർന്നു എന്ന് പറഞ്ഞ് പല ഗവൺമെൻറ് വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. സോ അതൊക്കെ ഇന്നും എന്താണ് ഒരു ചലഞ്ചായിട്ട് ഗവൺമെൻറ് തുടരുന്നുണ്ട്. എ ക്രിട്ടിക്കൽ ഒബ്സ്റ്റാക്കിൾ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇ-ഗവേണൻസ് ഇസ് എ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ data that he or she provides to obtain government service. നിങ്ങൾ ഒരു ഗവൺമെൻറ് സേവനം കിട്ടണമെങ്കിൽ നമ്മളോട് ആദ്യം പറയും നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ആധാർ കാർഡ്. കഴിഞ്ഞു. ആധാർ കാർഡ് കൊടുത്താൽ തീർന്നു. എല്ലാ കാര്യങ്ങളും ഫെച്ച് ആണല്ലേ. ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടും എല്ലാം ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താണ് ആധാർ കാർഡ് ഇല്ലാത്ത ആ ഒരു സമയത്താണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം, നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽ എല്ലാം കൊടുക്കണം. ഇപ്പം നമ്മളോട് ആദ്യം ചോദിക്കും ആധാർ കാർഡ് അടിച്ചോ മോനെ എന്ന് പറയും. അപ്പോൾ ആധാർ കാർഡ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവിടെ ഫെച്ച് ചെയ്തിട്ട് വരില്ലേ. ആധാറും പാനും ലിങ്ക് ആണെങ്കിൽ അവിടെ ആധാറും പാനും ലിങ്ക് ആകാതെ വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ എന്താണ് അസാധുവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വന്നു, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് വന്നു, നമുക്ക് ഏതൊക്കെ സിം ഉണ്ട്, നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, എല്ലാം അവർക്ക് കിട്ടും. ഓക്കെ, സോ ഇത്തരത്തിൽ ഈ പറയുന്ന പ്രൈവസി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കൺസേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ-ഗവേണൻസ് പ്രൊജക്ട് സം എഫക്റ്റീവ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദ സെൻസിറ്റീവ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഇത്തരത്തിൽ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ചോർന്നു എന്ന് കേട്ട സമയത്ത് ഗവൺമെൻറ് മാസ്ക്ഡ് ആധാർസ് ഒക്കെ കൊണ്ടുവരാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ലാക്ക് ഓഫ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് can limit the development of e-government project that contains personal information such as income, medical history, etc. ഇതൊക്കെ എന്താണ് ചോർന്നു പോകുമല്ലേ. സോ ഇത്തരത്തിൽ നമ്മുടെ വരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ പരസ്യമായിരിക്കും. നമ്മൾ ഇന്ത്യയിലെ മികച്ച കാർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാറിൻ്റെ പരസ്യമായിരിക്കും നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് മുഴുവൻ കാണുന്നത്. ഇതൊക്കെ എന്താണ് നമ്മുടെ ഡാറ്റാസ് വാട്സാപ്പിലൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അത് തന്നെയാണ് സംഭവം. അത് ഇ-ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നം വരാതിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അതിന് വേണ്ട നടപടി എടുക്കണം. അതും ഗവൺമെൻറ് ഒരു ചലഞ്ചാണ്. അതുപോലെ സ്കോപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, ഇത് ആരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്ന രീതിയിൽ അതിൻ്റെ സ്കോപ്പ് ഗവൺമെൻറ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അതിപ്പോഴൊരു ചലഞ്ചാണ്. അത് അവർ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പലപ്പോഴും ചലഞ്ചായിട്ട് മാറാറുണ്ട്. ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ ഗുഡ് ആപ്ലിക്കേഷൻ എന്താണ്? ഈസ് ടു ഡിഫൈൻ ദ സ്കോപ്പ് വെരി വെൽ ആൻഡ് എവറിത്തിങ് എൽസ് കം ലേറ്റർ. ഇതിൻ്റെ സ്കോപ്പ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്കോപ്പ് ആർക്കൊക്കെയാണ്, ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, ഏതൊക്കെ മേഖലയിൽ ഇത് കൊണ്ടുവരണം എന്നത് ആദ്യത്തെ ചലഞ്ചാണ്. ദ ആപ്ലിക്കേഷൻ വിച്ച് ആർ പ്രൊവൈഡഡ് ബൈ ഇ-ഗവേണൻമെൻറ് ദർ സ്കോപ്പ് മസ്റ്റ് ബി നോൺ ഇൻ അഡ്വാൻസ് ഫോർ ദ ആക്യുറേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇ-ഗവേണൻസ് പ്രൊജക്ട്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ടെക്നോളജി പലപ്പോഴും കാണുന്ന കാര്യമാണല്ലേ. ഇ-ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ വരും, ഒരു വർഷം കഴിയുമ്പോൾ ടെക്നോളജി മാറും, ആപ്ലിക്കേഷൻ മാറ്റേണ്ടി വരും, അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റും കാര്യങ്ങളും. അതിന് പകരം എന്ത് ചെയ്യണം? ഒരുപാട് കാലമായിട്ട് പല രാജ്യങ്ങളും യൂസ് ചെയ്ത് വരുന്ന ടെക്നോളജിയും കാര്യങ്ങളും ഉണ്ടാവില്ല, ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന അത് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ ലോങ് ടേമിലേക്ക് കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ കുറേ കൂടെ എന്താണ് നമുക്ക് ഗവൺമെൻറ് പ്രശ്നങ്ങൾ പരിഹരിക്കാം, എല്ലാ ചലഞ്ചസ് പരിഹരിക്കാം. സോ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ടെക്നോളജീസും ഗവൺമെൻറ് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. ടെക്നോളജി ടെൻഡ് ടു ഗെറ്റ് ഔട്ട്
ഔട്ട്ഡേറ്റ് വെരി ഫാസ്റ്റ്. നമ്മുടെ ടെക്നോളജി ഇപ്പം നിങ്ങളൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷമേ ഫോണിൻ്റെ സെക്യൂരിറ്റി 2-3 വർഷമൊക്കെ ഫോണിൻ്റെ സെക്യൂരിറ്റി OS അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ, എല്ലാ ഫോണും അല്ല, ചില ഫോണൊക്കെ. സോ അപ്പോഴേക്കും എന്താണ്, ആ ഫോൺ കഴിഞ്ഞു. ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ആൻഡ്രോയിഡ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് ആൻഡ്രോയിഡ് 15 ആയിരിക്കും. ഒരു 3 വർഷം കഴിയുമ്പോൾ ആൻഡ്രോയിഡ് 20 ഒക്കെ എത്തും. അപ്പോൾ എന്താണ്, ആൻഡ്രോയിഡ് 15 ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി, ആ ഫോൺ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും അല്ലേ. സോ പിന്നെ ഈ ഗവേണൻസിൻ്റെ കാര്യം പറയണം. അവർ ഗവൺമെൻറ് മെ നോട്ട് ബി ഇൻ പൊസിഷൻ ടു ബൈ ന്യൂ സർവീസ് എവറി ഇയർ. എല്ലാ വർഷവും കൊണ്ടുപോയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ പുതിയ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ, സർവീസ് വാങ്ങുക എന്ന് പറഞ്ഞ ഗവൺമെൻറ് പോസിബിൾ അല്ല. ഒന്ന് തന്നെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ ഗവൺമെൻറ് വെല്ലുവിളിയാണ്. അതിനിടയിൽ എന്താണ് ഈ ടെക്നോളജീസ് മാറുന്നതിന് കണക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതും പ്രശ്നമാണ്. അതുകൊണ്ട് എന്താണ് ലോങ് ടേമിലേക്കുള്ള ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയുള്ള ടെക്നോളജീസ് പരീക്ഷിക്കുക. സോ ഇറ്റ്സ് ബെറ്റർ ആൻഡ് സേഫർ ടു യൂസ് ടെക്നോളജീസ് ആൻഡ് പ്രൊഡക്റ്റ് വിച്ച് ആർ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈംസ് ദാൻ യൂസിങ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു തവണ ഉപയോഗിക്കുന്നതിന് പകരം എന്താണ് ഒരുപാട് തവണ യൂസ് ചെയ്ത് വിജയിച്ചുള്ള ടെക്നോളജീസ് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതി. ഇനി ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് ആണ്. ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് നമുക്കറിയാം അല്ലേ, ഈ ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ എല്ലാവിടെയും എത്തണം എന്ന് നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എയർ ഫൈബർ പോലുള്ള കാര്യങ്ങൾ പല കമ്പനീസും ജിയോ ആയി കഴിഞ്ഞാലും എയർടെൽ ആയി കഴിഞ്ഞാലൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലേ. എന്തിനാണ്, റൂറൽ ഏരിയാസിലേക്ക് വയറൊക്കെ വലിച്ചിട്ട് അവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കാര്യങ്ങൾ കൊണ്ടുവരിക വളരെ വെല്ലുവിളിയാണ്. കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് എത്തിക്കാൻ. അതിന് പകരം എന്താണ്, പുതിയ ടെക്നോളജി വരട്ടെ. സോ ജോഗ്രഫിക്കൽ പ്രോബ്ലംസ് ഗവൺമെൻറ് ഇതുപോലെ തന്നെ പ്രശ്നമാണ്. കോർപ്പറേറ്റ് നെറ്റ്വർക്ക് ഡിസൈഡ്സ് ഓൺ റിലയബിൾ ആൻഡ് കൺട്രോൾഡ് നെറ്റ്വർക്ക്സ്. ഗവൺമെൻറ് നെറ്റ്വർക്ക് ഹാവ് ടു ഗോ ഇൻ ടു ഓൾ ഏരിയാസ് വിച്ച് ആർ ഈവൺ അൺഫ്രണ്ട്ലി ടു ലിവ്. ചില പ്രദേശങ്ങൾ വളരെ റിമോട്ടായിട്ടുള്ള നമുക്കവിടെ ജീവിക്കാൻ പറ്റുമെന്ന് പോലും സംശയിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു ജീവിക്കാനുള്ള ഒരു സാധാരണ ഒരാളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞ് ചുറ്റും ഒരു 4-5 വീടുകൾ വേണം, ഒരു കട വേണം, അടുത്തൊരു ഹോസ്പിറ്റൽ വേണം, അടുത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം, അതുപോലെ അത്യാവശ്യത്തിന് നമുക്ക് എന്താണ് ഒന്ന് സിനിമ കാണാനുള്ള തിയേറ്റർ വേണം. ഇതൊക്കെയാണ് നമ്മുടെ സങ്കല്പം അല്ലേ. എന്നാലോചിക്കുക, ഒരു കാട്ടിന് നടുവിൽ വേറെ ആരുമില്ലാതെ ഒരു വീട് അല്ലെങ്കിൽ 1-2 വീടുകൾ, ആ വീടുകൾ തന്നെ കിലോമീറ്റർ അകലെയാണ് വരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ. സോ അവിടേക്ക് അവർക്ക് വേണ്ടി ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന് പറയുന്നത് പ്രശ്നമല്ലേ, വെല്ലുവിളിയല്ലേ. ബട്ട് അവരും എന്താണ് ഈ 140 കോടി ജനസംഖ്യയിൽ വരുന്ന ആളുകളാണ്. അവർ കൂടെ വന്നാൽ ഈ ഗവേണൻസ് സക്സസ്ഫുൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ഹൗവർ കോസ്റ്റ്ലി ടു വയർ അപ്പ് ഓൾ ദ വില്ലേജസ് ഇൻ ദ കൺട്രി. അതും ഒരു വെല്ലുവിളിയാണ്. സോ e-governance system must have to use wireless network like existing cellular network to reach application in remote areas irrespective of geographical issues. നമ്മൾ എയർ ഫൈബർ ഒക്കെ പോലുള്ള കാര്യമല്ലേ, അത് തന്നെ. പിന്നെ ലോക്കൽ ലാംഗ്വേജ് മറ്റൊരു പ്രശ്നമാണ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പറഞ്ഞതുപോലെ, സോഷ്യൽ ഇഷ്യൂസ് പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജും അവിടെ ഒരു പ്രശ്നമാണ് അല്ലേ. ഇപ്പം മലയാളത്തിൽ കേരളത്തിലൊരു ഇനീഷ്യേറ്റീവ് വരുന്നുണ്ട്, അതിൽ മലയാളത്തെ കൂടെ കൊണ്ടുവരിക, അതും ഒരു വെല്ലുവിളിയാണ്. എല്ലാ ഭാഷകളും ഇപ്പം പല ആപ്ലിക്കേഷൻ, അനുവാദിനി ആപ്ലിക്കേഷനൊക്കെ കേട്ടില്ല, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട AI ടൂളാണ്. ദ അക്സെപ്റ്റൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ ഇസ് വെരി ലോ, വളരെ കുറവാണ്. ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെങ്കിലും ഇന്ത്യയിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ചാൽ ഇല്ല, മെജോറിറ്റി ആളുകൾക്കും പ്രശ്നം തന്നെയാണ്, ഇപ്പോഴും പ്രശ്നമാണ്. ദ e-governance അപ്ലിക്കേഷൻ ആർ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ബേസിക് ആയിട്ട് അവിടെ എന്താ ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷിലാണ് വരുന്നത്. ദിസ് ഇസ് വൈ e-governance പ്രൊജക്ട് ഡു നോട്ട് ഗെറ്റ് സക്സസ്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വളരെ പാർ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസം കൃത്യമായിട്ട് ലഭിക്കാത്ത ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമുണ്ട്. അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ വായിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ മൊബൈലൊക്കെ തന്നെ എല്ലാം വായിച്ചു തരും. ആൻഡ് ദ e-governance application must be written in local language of the people so that they may be able to use and take advantage of this application. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത്രയുമാണ് e-governance-ഉമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് നമുക്ക് നോക്കാനുള്ളത്. എൻവയോൺമെൻറ്റ്, എക്കണോമിക്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ, 3 കാറ്റഗറീസ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ചലഞ്ചസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക. നമ്മൾ ഇത്രയും പഠിച്ചു. ഏതാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ 12, 8, 20, 10-25 മേലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് 25-30 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഒന്ന് ഓർത്ത് വെച്ചാൽ സുഖമായിട്ട് ഒരു മാർക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് പോരും. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ വരും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഡൗട്ടും കാര്യങ്ങളും വന്ന് ചോദിച്ച് ഡൗട്ട് പരിഹരിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക. ഡൗട്ട് ക്യാരി ഫോർവേഡ് ചെയ്തൊരിക്കലും കൊണ്ടുപോകരുത്. ആ ഡൗട്ടുകൾ ഇന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല സാർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് മനസ്സിലായിട്ട് അവിടെ എന്താണ് ആ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, സോ അത്തരത്തിൽ ഡൗട്ടുകളുണ്ട്, കൃത്യമായിട്ട് വന്ന് ചോദിക്കുക. പഠിക്കുമ്പോൾ എന്താണ് ഡൗട്ട് വരും, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.